50 ദിവസത്തെ ഈ പുണ്യകാലത്ത് നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് കരുത്തും ആത്മീയ നിർവൃതി നൽകുന്ന വചനഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആടുകളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ഇടയന്റെ വാക്കുകളാണ് ഈ സുവിശേഷത്തിലൂടെ നാം കേൾക്കുക. ഈ ഇടയൻ പഠിപ്പിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ലിസണിംഗ് പ്ലസ് ഇൻറ്റിമസി പ്ലസ് ഫോളോയിങ് ഈസ് ഈക്വൽ ടു ലെൻറ്റ്. ലിസണിംഗ്, ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക. ഈ ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ മൃദുവായ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുകയാണ് നോമ്പിൻ്റെ ആദ്യപടി. ഇൻറ്റിമസി, ആഴമായ ബന്ധം. എനിക്ക് അവയെ അറിയാം എന്ന് ക്രിസ്തു സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ നമ്മോട് പറയുന്നു. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ കുറവുകളും ബലഹീനതകളും മനസ്സിലാക്കിയാണ്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ക്രൂശിതൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാനും ആ ആഴമായ ജീവിത വിശുദ്ധിയിൽ കടന്നു വരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഫോളോയിങ്, അനുഗമനം. അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ജീവിതത്തിൽ പ്രവൃത്തിയായി മാറണം. ഇടയൻ്റെ പിന്നാലെ നടക്കുക എന്നാൽ ഇടയൻ്റെ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. ഈ നോമ്പിൻ്റെ നാൾ വഴിയിൽ അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ ആഴമായ ജീവിത ബന്ധത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം അവൻ്റെ ജീവിത മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ഈ ഒരു 40 ദിവസങ്ങൾ പൂർണ്ണമായ ആത്മീയതയിൽ നമുക്ക് നടന്നു നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.